ഇന്ന് കേരള സ്പെഷ്യൽ ഫിഷ് കറി ആയിട്ടാണ് വന്നേക്കുന്നത്. തേങ്ങാപ്പാലൊക്കെ ചേർത്തുണ്ടാക്കിയ ഒരു ഫിഷ് കറിയാണ്. ഇതിനു വേണ്ടി ഞാനൊരു 500 ഗ്രാം മീൻ എടുത്തിട്ടുണ്ട്. ഷീലാവെന്ന് പറഞ്ഞ മീനാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് ഒരു 10-12 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. കാന്താരി മുളകാണ് ഇവിടെ ചേർക്കുന്നത്. അപ്പോൾ 6 കാന്താരി മുളകും കറിവേപ്പിലയും ടൊമാറ്റോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇനിയും കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കുഞ്ഞുള്ളി ഇട്ട് വഴറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് കാന്താരി മുളക് കീറിയതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്ത് വഴറ്റിയതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തിന്നായിട്ടുള്ള കോക്കനട്ട് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കുടംപുളി പീസ് വെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ലിഡ് വെച്ച് മൂടി വെച്ച് വേവിക്കാം. മീനൊക്കെ വെന്ത് വന്നതിന് ശേഷം ഒരു 1/4 കപ്പ് തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രേവിയുടെ തിക്നെസ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വെള്ളം ചേർക്കോ വറ്റിക്കോ എന്തെങ്കിലും ചെയ്യാം. 1 പാൽ ചേർത്തിട്ട് അധികം തിളപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ലാസ്റ്റ് കുറച്ചുകൂടെ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. തവി വെച്ച് ഇളക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മീനൊക്കെ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാന്താരി മുളക് ഇല്ലാത്തവർ പച്ചമുളക് ഇട്ടാലും മതി. ഇപ്പോൾ ഞങ്ങൾക്കിവിടെ കാന്താരി ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.